ഇവിടെ ഇന്ത്യയാണ് പാകിസ്ഥാനേക്കാൾ ആണവ ശക്തിയിൽ ഏറെ മുന്നിലുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ ഇത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഈ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഏതാണ്ട് 300 മുതൽ 400 കിലോമീറ്റർ അപ്പുറം വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ലോകരാജ്യങ്ങൾ ഇത് ഉറ്റുനോക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് വരെ ഒരു രാജ്യത്തിൻ്റെ കയ്യിലുമില്ല. ഇപ്പോൾ ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി വിയറ്റ്നാമും അതുപോലെ തന്നെ തൈവാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മോസ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് നമ്മൾ തയ്യാറെടുത്താൽ, വ്യോമ ആക്രമണം മറ്റു രീതിയിൽ നമ്മൾ നടത്തിയാൽ അതിനെ പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് 2022 നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്കൊന്ന് പരീക്ഷിച്ചിരുന്നു. അന്ന് ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് ഈ ബ്രഹ്മോസ് മിസൈൽ വന്ന് വീണത്. അപ്പോൾ ഇതേക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞിട്ടാണ് പിന്നീട് പ്രതിരോധ വിദഗ്ധരും ആർമിയും ഒക്കെ അവിടെ വന്ന് പരിശോധന നടത്തി ബ്രഹ്മോസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. ഇന്ത്യയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ലക്ഷ്യം തെറ്റി അങ്ങോട്ടേക്ക് വന്നതാണ്. കാരണം ഈ ബ്രഹ്മോസ് മിസൈലിൽ പരമ്പരാഗതമായ പോർമുനയോ ആണവ പോർമുനയോ ഒന്നും നമ്മൾ ഘടിപ്പിച്ചില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഈ ഇന്ത്യൻ എയർഫോഴ്സിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു അന്ന് നമ്മൾക്ക് അബദ്ധം പറ്റി അവിടേക്ക് വിട്ടതൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ട് പാകിസ്ഥാനിലേക്ക് പരീക്ഷണം നടത്തിയതാണ്. പക്ഷേ നമ്മൾ പോർമുനകളൊന്നും വെച്ചില്ല. നമ്മുടെ ആ പരീക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നമ്മളുടെ മിസൈലിനെ ഒന്ന് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അതിൽ ഇന്ത്യ വിജയിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ മുന്നിലുള്ളത് കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ആണവായുധം ഉപയോഗിക്കുമെന്ന് അവർ പറയുന്നത്. അത്തരത്തിലൊരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തും, അവരെ ഒറ്റപ്പെടുത്തും. എന്തിന്? ചൈന പോലും പാകിസ്ഥാൻ്റെ കൂടെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ആണവായുധം എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.